ഇന്നത്തെ പ്രധാന പണി എന്ന് പറയുന്നത് പെയിൻ്റ് അടിക്കലാണ്. അപ്പോൾ പെയിൻ്റ് അടിക്കാനായിട്ട് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ജനലിൻ്റെ കമ്പിയും അതുപോലെ കട്ടിളപ്പടിയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പെയിൻ്റ് അടിക്കാനായിട്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വീട്ടിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ എനിക്കതിനൊരു ചെറിയ ഇൻസ്പിറേഷൻ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാവും. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ പെയിൻറ്റേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് പെയിൻറ്റ് ചെയ്യിക്കുമ്പോൾ അവർ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ടൊക്കെ ചെയ്യും. ആ ഫിനിഷിങ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ പെയിൻറ്റ് അടിച്ച സ്ഥലമൊക്കെ നമുക്കിന്ന് കാണുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടല്ലോ, അതാണ് ഇതിലൊരു സംഭവം കേട്ടോ. അപ്പം പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ അതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സാധാരണ പെയിൻ്റല്ല, ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ വീടിനടിക്കുന്ന പെയിൻ്റല്ല നമ്മൾ ഇതിനായിട്ട് എടുക്കുക. അത് സെപ്പറേറ്റ് ആയിട്ട് അവരോട് ചോദിച്ച് തന്നെ മേടിക്കണം. ഇങ്ങനെ ഇന്നതിന് അടിക്കാനാണ് എന്ന് പറയണം. ജനൽപ്പടിക്കും കട്ടിളപ്പടിക്കും അതുപോലെ ജനലയുടെ കമ്പിക്കൊക്കെ അടിക്കാനാണെന്ന് പറയുമ്പോൾ അവർ ആ രീതിയിലുള്ള പെയിൻറ്റ് തരും. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ടർപ്പൻറ്റൈൻ നിങ്ങൾ മേടിക്കണം. അപ്പോൾ ടർപ്പൻറ്റൈൻ സാധാരണ നമ്മൾ വെള്ളം പോലെ തന്നെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് 130 അങ്ങനെ ഇങ്ങോട്ട് റേഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച പെയിൻറ്റ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഞാൻ 2 ഇത് വാങ്ങിച്ചു കേട്ടോ. 1 കിലോൻ്റെയും ഒരു 1/2 kgയുടെയും കൂടി 1.5 കിലോയുടെയും കൂടി മേടിച്ചു. പിന്നെ ടർപ്പൻറ്റൈനും മൊത്തത്തിൽ എനിക്കായത് 650 ഒക്കെ ആ റേഞ്ചിലാണ് എനിക്കായത്. പിന്നെ ഞാൻ ആദ്യം, നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയും, ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തതിന് ഒരു ചെറിയ ബ്രഷ് ഉണ്ട്. ഈ ബ്രഷ് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഞാൻ സെപ്പറേറ്റ് ഒന്നും മേടിച്ചില്ല. ഇപ്പോൾ ഈ പെയിൻറ്റ് പണിയും പരിപാടിയൊക്കെ ആയത് കാരണം ഈ പറയുന്ന ചെറിയ സ്ലീവ് ഉണ്ടല്ലോ, സ്ലീവ് എന്ന് വെച്ചാൽ നമ്മൾ റോളർ ഇങ്ങനെ ഉരുട്ടുന്ന കണ്ടിട്ടില്ല, അങ്ങനത്തെ ചെറുത്, പിന്നെ വലിയ സൈസ് 2 അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. പക്ഷേ ഓരോ സ്ഥലത്തൊക്കെ എവിടെയൊക്കെ കിടക്കുകയാണെന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഞാനിന്ന് പരിപാടി ചെയ്തത്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അത്രയ്ക്ക് വലിയ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. ഈ സൈഡിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ സൈഡിലൊക്കെ വീണ് കിടക്കുന്ന പേടിയുള്ളവരാണ്, അത് വൃത്തികേടാണല്ലോ എന്നൊക്കെ അതിനെക്കുറിച്ച് ഭയങ്കര ബോധമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു മാസ്കിംഗ് ടേപ്പ് മേടിക്കുക. അതിന് 30 രൂപയ്ക്ക് വില വരുന്നുള്ളൂ. ആ ഒരു മാസ്കിംഗ് ടേപ്പ് ഒരു 3/4 ഇഞ്ചിൻ്റെയൊക്കെ ആ ഒരു റേഞ്ചിൽ മേടിച്ചിട്ട് നമ്മളിതുപോലെ നമുക്ക് ഇതിൻ്റെ പെയിൻ്റ് ഒന്നും വീഴണ്ടാത്ത സ്ഥലത്ത് നമ്മൾ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളങ്ങ് അടിച്ചാൽ മതി. നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ സമയമൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ.